പ്രിയ സംഗീത പ്രേമികളെ, നമ്മളുടെ റാപ്പർ വേടനിത ബേക്കൽ ബീച്ചിൽ കാസർഗോഡിന്റെ മണ്ണിൽ ആദ്യമായി കാലുകുത്തുന്ന വേടൻ കാസർഗോഡിലെ സംഗീത പ്രേമികൾക്കായി കടലിനീരിനുപ്പിൽ പിറന്നോരേ, വിശപ്പറിയാതെ അലഞ്ഞോരേ, കാറ്റിലലയും കട്ടുമരക്കാരേ. ഹേമന്ത് ചരിത്രമുറങ്ങുന്ന ബേക്കൽ കോട്ടയ്ക്ക് സമീപം ബേക്കൽ ബീച്ചിന്റെ കുഞ്ഞോളങ്ങളെ തഴുകുന്ന മണൽത്തരികളിൽ ഉയർന്ന പടുകൂറ്റൻ വേദി ഇന്ന് രാവിലെ വേടന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ്. ധാരാളം ആൾക്കാർ വെള്ളം പോലെ ഒഴുകിയെത്തുകയാണ്. ആദ്യമായി ആണ് കാസർഗോഡിന്റെ മണ്ണിൽ വേടൻ ഒരു സംഗീത പ്രോഗ്രാമുമായി വരുന്നത്. വേടൻ എങ്ങനെയാണ് ജനഹൃദയങ്ങളിൽ അല്ലെങ്കിൽ യുവ ജനഹൃദയങ്ങളിൽ തൻ്റെ വേരാഴ്ത്തിയത്? സ്വതസിദ്ധമായ തൻ്റെ രചനാ ശൈലിയും അതുപോലെ തന്നെ പാടാനുള്ള കഴിവുമാണ് വേടനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി റാപ്പിന്റെ ലോകത്തേക്ക് എത്തിച്ചത്. ഈ റാപ്പിന്റെ ഓരോ ചടുലമായ വരികളും നമ്മളുടെ സംസ്കാരത്തിലെ ചില ജീർണതകളെ എടുത്തു കാട്ടുന്നത് കൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും വേടന് ശക്തമായ എതിർപ്പുണ്ടായി വരുന്നു. ആ എതിർപ്പുകളൊന്നും അയാൾ വകവയ്ക്കാറില്ല. തൻ്റെ വരികളിലൂടെ തീപ്പൊരി പന്തമായി അല്ലെങ്കിൽ മൂർച്ചയുള്ള വാളായി തന്നെ അയാൾ സമൂഹത്തിന്റെ ആ ജീർണതകൾക്ക് നേരെ ആഞ്ഞു വീശുന്നു. അതുകൊണ്ട് തന്നെ യുവജനങ്ങളിൽ അയാൾ ആരാധ്യനായി തീർന്നത്. എത്രയെത്ര ജനങ്ങളാണ് എല്ലാ വികാരവും ജാതി മത വർഗ വ്യത്യാസം ഇല്ലാതെ വേടനെ കാണാൻ വരുന്നതെന്ന് ഈ തിരക്ക് കണ്ടാൽ നമുക്കറിയാം. സംഗീതത്തിന്റെ ആചാര്യന്മാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അട്ടിപ്പേർ അവകാശം പറയുന്ന പലരും ചിലപ്പോൾ വേടനെ എതിർത്തെന്ന് വരാം. അതൊക്കെ അവർക്ക് യാഥാസ്ഥിതികമായ തങ്ങളുടെ സംഗീത കാഴ്ചപ്പാടുകളിലെ മുറുക്കെ പിടിച്ച് ആ ഒരു വൈചാത്യം തന്നെ കൊണ്ട് വരുന്ന ഒരു പ്രക്രിയ വേടൻ നടത്തുന്നത് എതിർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നത്തെ തലമുറക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നത്തെ യുവജനങ്ങൾ വേടന്റെ കൂടെയാണ്. അപ്പോൾ വേടൻ എന്തുകൊണ്ടാണ് യുവജനങ്ങളെ ഇത്ര മാത്രം ആകർഷിക്കുന്നതെന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഇത്രയും പറഞ്ഞത്. കാലഘട്ടങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്ന കലാകാരനാണ് നമുക്ക് നാടിന് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് വേടന്റെ ചില വരികൾ യൂണിവേഴ്സിറ്റികൾ പോലും പാഠപുസ്തകമായി തിരഞ്ഞെടുത്തത്. ഒരുപാട് വിമർശനങ്ങൾ അതിന്റെ പിന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും വേടന്റെ തനിമയുള്ള അല്ലെങ്കിൽ ആ ഒരു നൈസർഗിക ഭാവന എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ സാഹിത്യ ലോകം അതുമല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോകമാണ് അത് അംഗീകരിച്ചു കൊടുത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഒരാളെ ഇകഴ്ത്താനും താഴ്ത്തി വെക്കാനും ഒരുപാട് അവസരങ്ങളുണ്ടാവും. പക്ഷെ അയാളിലുള്ള നൈസർഗികമായ കഴിവ് അത് മനസ്സിലാക്കി അവരോട് അത് പ്രോത്സാഹിപ്പിക്കുക, അതാണ് യുവജനങ്ങളുടെ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയുടെ ആവശ്യം. അതവർ മുറ തെറ്റാതെ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും എതിർക്കുന്ന പലരും ചിലപ്പോൾ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു വിഭാഗമാണെന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. ജനങ്ങൾ വളരുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളുടെ നിലവാരം വളരുമ്പോൾ മനുഷ്യന്റെ തലച്ചോറും വളരണം. അത് പ്രായമായാലും അല്ലെങ്കിലും അത് അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെയും ആഗ്രഹം. ഏതായാലും വേടൻ പുതുതലമുറക്ക് ഒരു സംഗീത വിരുന്നാണ് ഇന്ന് ഈ വർഷാവസാന വേളയിലെ സയൻസ് സന്ധ്യയിൽ ഒരുക്കുന്നത്. ഒരുപാട് ജനങ്ങൾ കുത്തിയൊഴുകി വരികയാണ്. തിരക്കുകളിൽ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭംഗിയായി അത് നടന്നു. നദികൾ ഒഴുകി കടലിൽ ചേരും. കാലടി മണ്ണിൽ ദൂരങ്ങൾ തീരും.